ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് ക്ലാസ്സുള്ള ദിവസം കേട്ടോ. രാവിലെ തന്നെ ക്ലാസ്സിന് പോയി. അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചായക്കട കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ചായയെങ്കിലും കുടിച്ച് ക്ലാസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ക്ലാസ്സിനൊക്കെ പോയി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞൊരു ബസ്സൊക്കെ കയറി നേരെ നമ്മൾ ഹോസ്റ്റലിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ ഫ്രഷായി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാൻ മടിയായതുകൊണ്ട് അപ്പോൾ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡും വന്നു. അത് വാങ്ങി നേരെ താഴത്തെ മെസ്സിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളുടെ റൂം മുകളിലാണ്, പക്ഷേ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം താഴെയാണ്. ആ ഫുഡ് കഴിക്കാൻ ഇരുന്നതിന് ശേഷം കേട്ടോ ലേറ്റ് ഇടേണ്ട കാര്യം ഓർമ്മ വന്ന്. ഇരുന്നപ്പോൾ നീക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ നീച്ചില്ല. അങ്ങനെ വാർഡൻ അത് കണ്ട് ലേറ്റ് ഇട്ടന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗറും കോൾഡ് കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 സോസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ഡബിൾ പാറ്റി. ബർഗർ അടിപൊളിയായിരുന്നു. സാധാരണ സ്വിഗ്ഗിയിൽ നിന്ന് ഇടയ്ക്ക് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഫ്ലോപ്പ് ആവാറുണ്ട്, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കോൾഡ് കോഫി നല്ലതായിരുന്നു കേട്ടോ. കോൾഡ് കോഫി കുടിക്കൽ എനിക്കിപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഡെയിലി കുടിക്കില്ലെങ്കിലും 2 ദിവസം ഇടവിട്ടിട്ടെങ്കിലും ഞാൻ ഒരു കോൾഡ് കോഫിയെങ്കിലും കുടിക്കും. അങ്ങനെ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂം പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, റൂം മുകളിലായതുകൊണ്ട് കുറച്ചധികം സ്റ്റെപ്പ് കയറാനുണ്ട്. 30 സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം എണ്ണീതാണ്. അങ്ങനെ കുടിക്കാനുള്ള വെള്ളമായി നേരെ റൂമിലെത്തി. റൂമിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ബോൾ എടുത്ത് തട്ടിക്കളിച്ചുകൊണ്ട് നടന്നു കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വന്നു. അവൾ കൊണ്ടുവന്ന അവകാഡോ ഷേക്ക് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഇവിടെ അടുത്തുള്ള കടയിൽ പുട്ടും ബീഫും പപ്പടും കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടുക്കളയിൽ കയറി. എൻ്റെ ഫ്രണ്ടിന് തൊണ്ടവേദനയാണ്, അപ്പോൾ അവൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ.